ടീച്ചറെ വരൂ, അകത്തേക്ക് ഇരിക്കാം. അത് കുഴപ്പമില്ല ടീച്ചറെ. ഞാൻ ഈ വഴി വന്നപ്പോൾ ടീച്ചറിനെ ഒന്ന് കണ്ടൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. എന്തു പറ്റി? അല്ല, ഞാൻ ആദ്യം ടീച്ചറെ കാണാൻ വന്നത് അഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ വന്നത് അഞ്ജുവിനെ ടീമിലേക്ക് തിരിച്ചെടുക്കണമെന്ന് പറയാൻ വേണ്ടിയാ. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്നതൊക്കെ അവൾ എന്നോട് പറഞ്ഞു. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, പറ്റിപ്പോയി. അവളുടെ പ്രായം അതല്ലേ ടീച്ചറെ. അവളെ ഒഴിവാക്കിയാൽ അതവൾക്ക് സഹിക്കാൻ കഴിയില്ല. അത്രയ്ക്കിഷ്ടമാണ് അവൾക്ക് ടീച്ചറെ. അറിയാതെന്തെങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ അവളോട് ക്ഷമിക്കണം. അയ്യോ, അവള് ഭയങ്കര ദുർവാശിക്കാരിയാ. ഞാൻ എന്തെങ്കിലും ഒന്ന് എതിർത്ത് സംസാരിച്ചാൽ അന്ന് അവൾ എന്നെ ഒരു ദിവസം പട്ടിണിക്കിടും. അവളുടെ മുഖമൊന്ന് വാടിയാൽ എൻ്റെ മനസ്സിൽ ഭയങ്കര വെപ്രാളവാ. ഈ കായലിൽ നിന്ന് പിടിച്ചിട്ട മീനിനെ പോലെ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ അടുത്താണ് അവളുടെ മുഖം ഇത്രയേറെ സന്തോഷത്തിൽ കണ്ടത്. അതിലെനിക്ക് ടീച്ചറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇത് പറയാൻ വേണ്ടി ഇത്രയും ദൂരത്തുനിന്ന്. ഞാനും ഒരു അച്ഛനല്ലേ ടീച്ചറെ. മോടെ കണ്ണീര് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരച്ഛൻ. ഈ വാശി കൊണ്ട് ആരെയാ നീ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? നോക്കഞ്ചു, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. ആലോചിച്ച് നോക്ക്. ഈ വാശിയൊക്കെ ഇവിടെ കഴുകിക്കളഞ്ഞ് പ്രാക്ടീസിന് വാ. സ്റ്റേറ്റ് ചാമ്പ്യൻസ് ആവാൻ വേണ്ടി നമ്മൾ ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇന്നു മുതൽ നമ്മൾ കുറച്ച് പുതിയ സ്കിൽസ് ആയിരിക്കും കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. പോൾ ഡൈവിംഗ് അങ്ങനെ പലതും. അപ്പോൾ തുടങ്ങല്ലേ? എന്നാൽ പിന്നെ ആദ്യം തന്നെ ഒരു 5 റൗണ്ട് ഓടിക്കോ. ഇതാണോ നിന്റെ കോൺസെൻട്രേഷൻ? പോയി 5 റൗണ്ട് ഓട്. മോള് പേടിച്ചോ? നന്നായി. അമ്മമാരുടെ വിചാരം ഇതുകൊണ്ടൊക്കെ എൻ്റെ കുഞ്ഞിനെ പേടിപ്പിച്ച് കളയാമെന്നാ. ഇവർക്ക് എന്താ വേണ്ട അപ്പ? അപ്പ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പ കുടിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ എല്ലാ തെളിവും എൻ്റെ കയ്യിലില്ലേ? ഹോസ്പിറ്റലിലെയും പോലീസ് സ്റ്റേഷനിലെ എല്ലാം. ഞാൻ നിന്റെ ജീവിതത്തിലെ സമാധാനം കളഞ്ഞു. മോളുറങ്ങിക്കൂ, എന്നിട്ട് അപ്പം പോകുന്നുള്ളൂ. നാളെ രാവിലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാനുള്ളതല്ലേ. ഈ കല്ലുകൾ കൊണ്ട് ഇവിടുത്തെ ചില്ലുകൾ തകർക്കാം. പക്ഷേ എൻ്റെ മോള് മുറുകെ പിടിക്കുന്ന ആ സത്യമുണ്ടല്ലോ,
അതിനൊന്ന് തൊടാൻ പോലും പറ്റില്ല. ആ സത്യം എന്നും ഒരു കാവൽ മാലാകയായി നിന്നോടൊപ്പം ഉണ്ടാവും. ഉറങ്ങിക്കോ, എൻ്റെ മോൾ ഉറങ്ങിക്കോ. മറിയ, അങ്ങനെ സർ നോക്കുമറിയ, കനി ഇതുവരെയായിട്ടൊരു കളിയും കളിച്ചു കണ്ടില്ല. ടീച്ചർ അവളെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതാണോ അതോ? അതെ സർ, കനിയുടെ ഫിറ്റ്നസ് ലെവൽ നമ്മൾ വിചാരിച്ചത്ര ആയിട്ടില്ല. ബാക്കിയുള്ള കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ സമയം വേണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കനി ഇന്ന് ടീമിൽ കളിച്ചിരിക്കണം. അത് മറിയ എനിക്ക് ഉറപ്പ് നൽകണം. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു ടീമും ഇനി എങ്ങും കളിക്കില്ല.